TAENIA solium, popularly known as the pork tapeworm. TAENIA solium belongs to phylum Platyhelminthes and class Cestoda. TAENIA solium is an endoparasitic cestode seen in the small intestine of man. Tapeworm in the primary host man ആണ്. മാൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഇത് കാണുക. ഇതിൻ്റെ സെക്കൻഡറി ഹോസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് പിഗ് ആണ്. അതുകൊണ്ട് ഇതിനെ പിഗിൻ്റെ മസിൽസിൽ കാണുന്നതുകൊണ്ട് ഇതിനെ പോർക്ക് ടേപ്പ്വേം എന്നും പറയും. ടീനിയ സോളിയം ടേപ്പ്വേം എന്നാണ് വിളിക്കുക. ഈ ടേലേഴ്സൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പ് പോലെ ഇതിൻ്റെ ബോഡിയും വളരെ തിൻ ഫ്ലാറ്റ് ടേപ്പ് ലൈക്ക് ഇലോങ്ങേറ്റഡ് ആണ്. ഏകദേശം 1.5 മീറ്റേഴ്സ് ടു 7.5 മീറ്റേഴ്സ് വരെ ലെങ്ത്ത് വയ്ക്കാം. പിന്നെ അതിൻ്റെ ബോഡി ഡയഗ്രാം നോക്കിയാൽ കാണാം, ബോഡി ഈസ് സെഗ്മെൻറ്റഡ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കൈൻഡ് ഓഫ് സെഗ്മെൻറ്റേഷൻ സീൻ ഇൻ അനലിഡ്സ്. അനലിഡ്സിലൊക്കെ കാണുന്ന മെറ്റാമറിസം അല്ല, ഇതൊരു ഫാൾസ് ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റേഷൻ ആണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് സ്യൂഡോ സെഗ്മെൻറ്റേഷൻ. ഇതിൻ്റെ ബോഡി ഹാസ് 3 distinct regions. Anterior most part in a scolex. It is followed by a very small neck and then a very elongated part called as strobila. ഈ ഒരു മുട്ടുസൂചി നോക്കിയാൽ ആ മുട്ടുസൂചിയുടെ തുടക്കത്തിൽ ഒരു ചെറിയൊരു ഹെഡ് കാണാം, ഒരു പിൻ ഹെഡ്. അത് പിന്നെ ബാക്കിയെല്ലാം ഇങ്ങനെ നീണ്ടിട്ടാണ്. ഇതുപോലെയാണ് ടേപ്പ്വേമും. ടേപ്പ്വേമിൻ്റെ ആൻറ്റീരിയർ മോസ്റ്റ് എൻഡ് ഒരു പിൻ ഹെഡ് പോലെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അത് ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് സ്കോലെക്സ്. ആൻറ്റീരിയർ മോസ്റ്റ് സ്മോൾ മൗത്ത്ലെസ് പിൻ ഹെഡ് ലൈക്ക് പാർട്ട് ഇസ് കോൾഡ് ആസ് ദ സ്കോലെക്സ്. സ്കോലെക്സിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻറ്റീരിയർ മോസ്റ്റ് ടിപ്പ് ഒരു കോണിക്കൽ ഷേപ്പാണ്. കോണിക്കൽ പ്രൊജക്ഷനെ റോസ്റ്റെല്ലം എന്നാണ് പറയുക. ഈ റോസ്റ്റെല്ലത്തിൻ്റെ തൊട്ട് താഴെ 2 മാല പോലെ കാണാം. ആ 2 സർക്ലെറ്റ് ഓഫ് സ്മോൾ പ്രൊജക്ഷൻസ് അല്ലെങ്കിൽ ആ പ്രൊജക്ഷൻസിനെ ഹുക്സ് എന്നാണ് വിളിക്കുക. ഈ ഹുക്സ് കൈറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ 4 കപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം, വിച്ച് ഇസ് കോൾഡ് ആസ് സക്കേഴ്സ്. ആൻഡ് ദീസ് tapeworms are usually seen in the small intestine of man. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാൾസിൽ അതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഹുക്സും സക്കേഴ്സും. സോ ഹുക്സ് ആൻഡ് സക്കേഴ്സ് സെർവ്സ് ആസ് adhesive structures for attaching the tapeworm onto the walls of the human intestine. ഇനി ഓരോ ഹുക്ക് സൂം ചെയ്ത് നോക്കിയാൽ അതിന് 3 പാർട്സ് കാണാം. ഇറ്റ് ഹാസ് എ ഹാൻഡിൽ, എ റൂട്ട് ആൻഡ് എ ബ്ലേഡ്. ആ ബ്ലേഡ് ഷാർപ്പ് കേർവ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ റൂട്ട് എന്ന് പറഞ്ഞ സ്ട്രക്ചറാണ് ഈ കൈറ്റിനസ് ആയിട്ടുള്ള ഹുക്കിനെ റോസ്റ്റെല്ലത്തിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സ്കോലെക്സിൻ്റെ തൊട്ട് പോസ്റ്റീരിയർ ആയിട്ട് കാണുന്ന ഒരു ഷോർട്ട് അൺസെഗ്മെൻറ്റഡ് റീജിയൻ ഇസ് കോൾഡ് ദി നെക്ക്. ഈ നെക്ക് റീജിയനിൽ നിന്നാണ് ബോഡി സെഗ്മെൻറ്റ്സ് ഇങ്ങനെ ബഡ് ഓഫ് ചെയ്ത് വരുന്നത്. ഇപ്പം നെക്കിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ടേപ്പ് പോലത്തെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് നെക്കിൽ നിന്നാണ്. അപ്പം നെക്കിൽ നിന്ന് പുതിയ പുതിയ സെഗ്മെൻറ്റ്സ് ഉണ്ടാവുന്നതുകൊണ്ട് നെക്ക് റീജിയൻ ഇസ് ഓൾസോ കോൾഡ് ആസ് ദ ബഡ്ഡിങ് സോൺ ഓർ ദി സോൺ ഓഫ് പ്രോലിഫറേഷൻ. അങ്ങനെ ബഡ് ചെയ്ത് പുതിയ സെഗ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ ഈ ടേപ്പ് വേം ഇങ്ങനെ നീണ്ട് ഒരു ടേപ്പ് പോലെ വലിയൊരു വേമായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ബോഡിയിൽ ആൻറ്റീരിയർ മോസ്റ്റ് എൻഡ് ഒരു ചെറിയൊരു സ്കോലെക്സ് ആണ്. അത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നെക്കാണ്. പിന്നെയുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തിനെ സ്ട്രൊബൈല എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ സ്ട്രൊബൈല ഉണ്ടാവുന്നത് നെക്ക് റീജിയൻ ബഡ് ചെയ്തിട്ടാണ്. ഈ സ്ട്രൊബൈല ഏകദേശം 800 to 1000 സെഗ്മെൻറ്റ്സ് വരെ നീളം ഉണ്ടാവാം. The strobila is actually the long ribbon-like segmented posterior part comprising of around 800 to 1000 segments. ഈ സെഗ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേര് പ്രോഗ്ലോട്ടിഡ്സ്. ഇനി നെക്കിന്ന് ബഡ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ സെഗ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന സെഗ്മെൻറ്റ്സ് എല്ലാം യങ് സെഗ്മെൻറ്റ്സ് ആയിരിക്കും.
പിന്നെ ഈ ഉണ്ടായ സെഗ്മെൻറ്റ്സൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്തിട്ട് മെച്യൂർ ആവും. അപ്പോൾ ഒരു നെക്കിന്ന് ആദ്യം ബഡ് ഓഫ് ചെയ്ത ഒരു സെഗ്മെൻറ്റ്, പിന്നെ രണ്ടാമത് ബഡ് ഓഫ് ചെയ്ത സെഗ്മെൻറ്റ് വരുമ്പോൾ ഈ രണ്ടാമത് ബഡ് ചെയ്ത സെഗ്മെൻറ്റ് യങ്ങസ്റ്റും ആദ്യം ബഡ് ചെയ്ത സെഗ്മെൻറ്റ് കുറച്ചുകൂടെ ഓൾഡറാവും. പിന്നെ പുതിയ സെഗ്മെൻറ്റ്സ് ഉണ്ടാവും തോറും പുതിയതായിട്ട് വന്നതൊക്കെ യങ്ങസ്റ്റും മുമ്പ് ഉണ്ടായതൊക്കെ പോസ്റ്റീരിയർ റീജിയനിലുള്ള സെഗ്മെൻറ്റ്സ് എല്ലാം ഓൾഡറായി മാറും. അപ്പോൾ ഈ സ്ട്രൊബൈല ഇങ്ങനെ നീണ്ട് വരും തോറും ഈ സെഗ്മെൻറ്റ്സ് 3 തരത്തിൽ കാണാം. The segments that are very close to the neck region, newly budded ആയിട്ടുള്ള set of segments of the strobila is called as immature proglottids. Immature എന്ന് പറയാൻ കാരണം അതിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഗ്രാജുവലി അത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത സെഗ്മെൻറ്റ്സ് ഏകദേശം സ്ട്രൊബൈലയുടെ മിഡിൽ പോർഷനിലാണ് കാണുക. ആ സെഗ്മെൻറ്റ്സിനെ മെച്യൂർ പ്രോഗ്ലോട്ടിഡ്സ് എന്ന് വിളിക്കും. പോസ്റ്റീരിയർ ഭാഗത്തേക്ക് നോക്കുമ്പോഴേക്കും അതിൻ്റെ സെഗ്മെൻറ്റ് ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത സെഗ്മെൻറ്റ്സിൽ നിന്ന് പോസ്റ്റീരിയർ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റെ മേറ്റിങ്ങും കോപ്പുലേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ആ റീജിയനിലുള്ള സെഗ്മെൻറ്റ്സിൽ മുഴുവൻ എംബ്രിയോണേറ്റഡ് എഗ്സ് കാണാം. അതായത് ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേപ്പ് വേം മേറ്റിംഗ് അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇതിലുള്ള ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടായിട്ടുള്ള ഗെമീറ്റ്സ് ഒക്കെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട്സ് ആയി മാറും. സൈഗോട്ട്സ് ലേറ്റർ ബിക്കം എംബ്രിയോണേറ്റഡ് എഗ്സ്. അപ്പോൾ പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്സ് ഓഫ് ദി സ്ട്രൊബൈല നോക്കിക്കഴിഞ്ഞാൽ അതിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒന്നും ഉണ്ടാവില്ല. പകരം അവിടെ അതിനുള്ളിൽ മുഴുവനുള്ളത് എംബ്രിയോണേറ്റഡ് എഗ്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സെഗ്മെൻറ്റ്സ് ദാറ്റ് ആർ ഫിൽഡ് വിത്ത് എഗ്സ്, അല്ലെങ്കിൽ എഗ് ഫിൽഡ് യൂട്രസ് എന്നൊക്കെ പറയാം. And these posterior segments are therefore called gravid proglottids or ripe proglottids. Development and life cycle. TAENIA solium is a digenetic parasite, so it completes its life cycle in 2 hosts. ഇതിൽ ഒരു ഹോസ്റ്റ് മാൻ ആണ്. മാൻ്റെ ബോഡിയിലാണ് അതിൻ്റെ സെക്ഷുവൽ ലൈഫ് അല്ലെങ്കിൽ അഡൽട്ട് മെച്യൂർ ലൈഫ് ലീഡ് ചെയ്യുക. ഹെൻസ് മാൻ ഇസ് കൺസിഡേർഡ് ആസ് ദ പ്രൈമറി ഹോസ്റ്റ് ഓർ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. ഇതിൻ്റെ ജുവനൈൽ സ്റ്റേജസ് ഓർ എംബ്രിയോണിക് സ്റ്റേജസ്, യങ്ങർ സ്റ്റേജസ് ഉണ്ടാവുന്നത് പിഗിൻ്റെ ബോഡിയിലാണ്. ഹെൻസ് പിഗ് ഇസ് കൺസിഡേർഡ് ആസ് ദ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഓർ ദി സെക്കൻഡറി ഹോസ്റ്റ്. മാൻ്റെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് ടീനിയ സോളിയം മേറ്റിംഗ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് ഏർലി ഡെവലപ്മെൻറ്റ് നടത്തുക. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ ഉണ്ട്. ആ എംബ്രിയോനെ ഹെക്സാകാന്ത് എംബ്രിയോ എന്നാണ് പറയുക. ഇറ്റ് ഈസ് കോൾഡ് ഹെക്സാകാന്ത് ബിക്കോസ് ദി എംബ്രിയോ ഹാസ് 6 ഹുക്സ്. 6 ഹുക്കുള്ള ഒരു എംബ്രിയോ ആണ്. ഹെൻസ് ഇറ്റ് ഇസ് കോൾഡ് ഹെക്സാകാന്ത് എംബ്രിയോ. ഈ എംബ്രിയോ ഇങ്ങനെ എക്സ്പോസ്ഡ് അല്ല. ഈ എംബ്രിയോന് ചുറ്റും പ്രൊട്ടക്റ്റീവ് എൻവെലപ്സ് ഉണ്ട്. എംബ്രിയോയുടെ തൊട്ട് പുറത്ത്, ഹെക്സാകാന്തിൻ്റെ തൊട്ട് പുറത്ത് ഒരു എംബ്രിയോണിക് മെംബ്രെയിൻ ഉണ്ട്. പിന്നെ ഒരു മാൻറ്റിലുണ്ട്. മാൻറ്റിൽ ഇസ് കോൾഡ് എംബ്രിയോഫോർ. അതിൻ്റെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ഹാർഡ് ഷെൽ ഓർ ക്യാപ്സ്യൂൾ ഉണ്ട്. അപ്പോൾ ഹെക്സാകാന്ത് ഇസ് ആക്ച്വലി സറൗണ്ടഡ് ബൈ ഓർ enveloped by an embryonic membrane, embryophore and a shell. So together ഇതിനെല്ലാം കൂടെ വിളിക്കുന്ന പേര് ഓൺകോസ്ഫിയർ എന്നാണ്. അപ്പോൾ ഈ എഗ്സ് എന്ന് പറഞ്ഞാൽ എഗ്സിൻ്റെ ഉള്ളിലുള്ളത് ഓൺകോസ്ഫിയേഴ്സ് ആണ്. Therefore the eggs of TAENIA solium are called embryonated eggs. ഈ സ്റ്റേജ് എത്തുമ്പോൾ ഈ മാൻ്റെ ഇൻറ്റസ്റ്റൈനിലുള്ള ഗ്രാവിഡ് പ്രോഗ്ലോട്ടിഡ്സ്, ഈ എംബ്രിയോണേറ്റഡ് എഗ്സ് ക്യാരി ചെയ്യുന്ന ഗ്രാവിഡ് പ്രോഗ്ലോട്ടിഡ്സ് ഡിറ്റാച്ച് ചെയ്തിട്ട്, അതായത് സ്ട്രൊബൈലേന്ന് ഈ ഭാഗം, പോസ്റ്റീരിയർ ഭാഗം ഡിറ്റാച്ച് ചെയ്തിട്ട് അത് ഈ ഹ്യൂമൻ ഫീസീസ് കൂടിയിട്ട് അത് എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിലെത്തും. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഓപ്പൺ സറൗണ്ടിങ്സിലാണ് ഡിഫിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രോഗ്ലോട്ടിഡ്സ് എല്ലാം, ഗ്രാവിഡ് പ്രോഗ്ലോട്ടിഡ്സ് എല്ലാം സോയിലെത്തും. സോയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഈ പ്രോഗ്ലോട്ടിഡ്സും യൂട്രസും ഒക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ എംബ്രിയോണേറ്റഡ് എഗ്സിനെ എക്സ്പോസ് ചെയ്യും. എംബ്രിയോണേറ്റഡ്
എഗ്സിൻ്റെ ഫെർദർ ഡെവലപ്മെൻറ്റ് നടക്കണമെങ്കിൽ അത് പിഗിൻ്റെ ബോഡിയിലെത്തണം, ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായ പിഗിൻ്റെ ബോഡിയിൽ. അപ്പോൾ ഈ എംബ്രിയോണേറ്റഡ് എഗ്സ് ഓൺകോസ്ഫിയർ ആയിട്ടല്ല, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഷെല്ലും എംബ്രിയോണിക് മെംബ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് അത് ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ സോയിലിൽ അതിന് കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കാം. എന്നിട്ട് ഇപ്പോൾ ഒരു പിഗ് എപ്പോഴെങ്കിലും ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ ഫീക്കൽ മാറ്റർ ഫീഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഓൺകോസ്ഫിയർ കണ്ടീഷനിലുള്ള ടീനിയ സോളിയം ഈ പിഗിൻ്റെ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിൽ അതിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ പറഞ്ഞ ഷെല്ല്, ഓൺകോസ്ഫിയർ, എംബ്രിയോണിക് മെംബ്രെയിൻ എല്ലാം ഡിസോൾവ് ചെയ്ത് പോയിട്ട് ആ ഹെക്സാകാന്ത് എംബ്രിയോ ഫ്രീ ആവും. ഹെക്സാകാന്ത് എംബ്രിയോന് 6 ഹുക്സ് ഉണ്ടല്ലോ, ഈ ഹുക്സിൻ്റെ ഹെൽപ്പോടെ അത് നേരെ അതിൻ്റെ ഈ പിഗിൻ്റെ ഗട്ടൊക്കെ പിയേഴ്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ അത് ബ്ലഡ് സ്ട്രീമിൽ കയറും. ത്രൂ ബ്ലഡ് ദി ഹെക്സാകാന്ത് embryo is carried to different parts of the body, especially the voluntary muscles of the body. വോളണ്ടറി മസിൽസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഹെക്സാകാന്ത് എംബ്രിയോ അതിൻ്റെ 6 ഹുക്സും നഷ്ടപ്പെടും. എന്നിട്ട് ഈ ഹെക്സാകാന്ത് ഒരു ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ബ്ലാഡറുടെ ഷേപ്പായിട്ട് മാറും. ഇനി ഈ എംബ്രിയോനെ വിളിക്കുന്ന പേര് സിസ്റ്റിസർക്കസ് സെല്ലുലോസെ ഓർ ബ്ലാഡർ വേം എന്ന് പറയും. ഈ സിസ്റ്റിസർക്കസ് സ്റ്റേജിലുള്ള എംബ്രിയോ ഒരു സിസ്റ്റ് അതിന് ചുറ്റും ഡെവലപ്പ് ചെയ്യും. ആ സിസ്റ്റിൻ്റെ വോളൊക്കെ തിക്കായിട്ട് മാറും. എന്നിട്ട് അതിൻ്റെ ആൻറ്റീരിയർ റീജിയനിൽ ഒരു ചെറിയൊരു പോക്കറ്റ്, ഒരു ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇൻവാജിനേഷൻ ഡെവലപ്പ് ചെയ്യും, ഓർ എൻ ഇൻപുഷിങ്. ഇത് പതുക്കെ വലുതായി ആ ഇൻപുഷിങ്ങിൻ്റെ ഉൾഭാഗത്തായിട്ട് അത് 2-3 സ്ട്രക്ചേഴ്സ്, നമ്മൾ നേരത്തെ സ്കോലെക്സിൽ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സില്ലേ, റോസ്റ്റെല്ലം, സർക്ലെറ്റ് ഓഫ് ഹുക്സ്, 4 സക്കേഴ്സ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പം ഇതാണ് പിന്നെ അടുത്തതിൽ സ്കോലെക്സ് ആയിട്ട് മാറുക, ഈ റീജിയൻ. അതുകൊണ്ട് ഈ സ്റ്റേജിനെ പ്രോ സ്കോലെക്സ് എന്നാണ് പറയാം. അപ്പോൾ ഹെക്സാകാന്ത് ആഫ്റ്റർ ലൂസിങ് ഇറ്റ്സ് ഹുക്സ് ഡെവലപ്സ് ഇൻ ടു ദി സിസ്റ്റിസർക്കസ് സെല്ലുലോസെ ഓർ ബ്ലാഡർ വേം സ്റ്റേജ്. ബ്ലാഡർ വേം എംബ്രിയോന്ന് റോസ്റ്റെല്ലം, ഹുക്സും സക്കേഴ്സും ഡെവലപ്പ് ചെയ്യുമ്പോൾ it transforms into an embryonic scolex called as the proscolex. ഈ പ്രോസ്കോലെക്സ് നന്നായിട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ആ പ്രോസ്കോലെക്സ് ഭാഗം പുറത്തേക്ക് തുറക്കും എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കിരുന്ന മടങ്ങിയിരുന്ന പോക്കറ്റ് പോലെ ഇരുന്ന ഭാഗം പുറത്തേക്ക് ഇവേർട്ട് ഔട്ട് അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട് ടേൺ ചെയ്യും. സോ ദാറ്റ് ദ ഹുക്സ് suckers formed inside is now exposed. ഇങ്ങനെ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ട് കാണാം. ഈ സ്റ്റേജാണ് ഫുള്ളി ഫോംഡ് സിസ്റ്റിസർക്കസ്. ഇത് പിഗിൻ്റെ വോളണ്ടറി മസിൽസിൽ തന്നെ കുറേ കാലം അങ്ങനെ ഡോർമെൻസി സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദിസ് സിസ്റ്റിസർക്കസ് ഇസ് പോസിബിൾ ഓൺലി ഇൻ ദി ഹ്യൂമൻ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഒരു മാൻ്റെ ബോഡിയിലേക്ക് കയറുന്നത് വരെ അത് ഡോർമെൻസി സ്റ്റേജ്, ഡോർമെൻറ്റ് സ്റ്റേറ്റിൽ അത് പിഗിൻ്റെ ഇൻറ്റസ്റ്റൈനിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഒരാളുടെ ബോഡിയിൽ അത് കയറുന്നത് എപ്പോഴും ഈ പിഗിൻ്റെ മീറ്റ്, പോർക്ക് ശരിക്കും കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ, അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പോർക്ക് കുക്ക് ചെയ്യാതെ ഇംപ്രോപ്പർലി കുക്ക്ഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത് നേരെ ഹ്യൂമൻ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തും. പിഗ്സ് മീറ്റ് ഇൻഫെസ്റ്റഡ് വിത്ത് ലൈവ് സിസ്റ്റിസർക്കൈ, ആ എംബ്രിയോ ഉള്ള പിഗ് മീറ്റ് അല്ലെങ്കിൽ പോർക്കിനെ വിളിക്കുന്ന പേര് മീസ്ലി പോർക്ക് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മീസ്ലി പോർക്ക് ശരിക്കും കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ട് ഹ്യൂമൻ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിലെത്തിക്കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൻ്റെ ആക്ഷൻ കൊണ്ട് ഈ ബ്ലാഡറൊക്കെ ഡിസോൾവ് ചെയ്ത് പോവും. എന്നിട്ട് അതിൻ്റെ പ്രോസ്കോലെക്സ് അല്ലെങ്കിൽ സ്കോലെക്സ് പാർട്ട് ആയിട്ട് മാറിയ സ്കോലെക്സും നെക്കും ഉള്ള ഭാഗം ഇൻറ്റസ്റ്റൈനൽ വാളിൽ പോയിട്ട് അതിൻ്റെ ഹുക്സും സക്കേഴ്സൊക്കെ വെച്ചിട്ട് അത് അവിടെ ക്ലിങ് ചെയ്ത് കിടക്കും. എന്നിട്ട് നെക്കിന്ന് പുതിയ സെഗ്മെൻറ്റ്സ് ബഡ് ഓഫ് ചെയ്യും. ബഡ് ഓഫ് ചെയ്യുന്ന സെഗ്മെൻറ്റ്സിനെ പ്രോഗ്ലോട്ടിഡ്സ് എന്ന് പറയില്ലേ, അങ്ങനെ പ്രോഗ്ലോട്ടിഡ്സ് ബഡ് ഓഫ് ചെയ്ത് അത് ഒരു വലിയൊരു സ്ട്രോബൈലയായിട്ട് മാറും. അങ്ങനെ ഗ്രാജുവലി ദി എംബ്രിയോണിക് കണ്ടീഷനിൽ നിന്ന് അത് എഡൽട്ട് ടേപ്വേമായിട്ട് മാറും.
Pathogenic effects of TAENIA solium. Heavy infection by the adult tapeworms can cause a condition called as tapeworm disease or TAENIasis. ടീനിയാസിസ് ടീനിയ സോളിയം കാണുന്നത് ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ ഇരിക്കുന്ന ഈ ടേപ്പ് വേം നമുക്ക് ഇൻറ്റസ്റ്റൈനൽ റീജിയനിൽ ഇറിറ്റേഷൻസ് കോസ് ചെയ്യാം, ഇൻറ്റസ്റ്റൈനിൽ ബ്ലോക്ക് ഉണ്ടാക്കാം. അപ്പോൾ നാച്ചുറലി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇൻഡൈജഷൻ. അതുപോലെ ശരിക്കും ബവൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ല, അതായത് ഡിഫിക്കേഷൻ ഉണ്ടാവില്ല, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ വളരെ ലൂസായിട്ടായിരിക്കും ബവൽ മൂവ്മെൻറ്റ്, അപ്പോൾ അതിനെ ഡയറിയ എന്ന് പറയും. അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് എബ്ഡോമിനൽ ക്രാംസ്, എബ്ഡോമിനൽ ഡിസ്കംഫേർട്ട്, ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസസ്, അനീമിയൊക്കെ ഉണ്ടാവാം. പിന്നെ ഈ വേംസ് കുറേ കാലം ജീവിക്കുമല്ലോ, അപ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യുന്ന ടോക്സിക് വേസ്റ്റ് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും. അതേപോലെ ഇതിൻ്റെ ഹുക്സും സക്കേഴ്സൊക്കെ വെച്ചിട്ട് അത് ഈ ഇൻറ്റസ്റ്റൈനൽ വാൾസ് പിയേഴ്സ് ചെയ്യുന്നതുകൊണ്ട് അവിടെ കുറേ ഡാമേജസ് ഉണ്ടാവും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് കോൾഡ് ആസ് പെരിറ്റോണൈറ്റിസ്. ടീനിയാസിസിനെക്കാട്ടിലും സിവിയർ ആയിട്ടുള്ള വേറൊരു കണ്ടീഷനാണ് സിസ്റ്റിസർക്കോസിസ്. സാധാരണ സിസ്റ്റിസർക്കസ് എംബ്രിയോ പിഗിലാണ് കാണുക. പക്ഷെ ആക്സിഡൻ്റലി സപ്പോസ് എ മാൻ ഇഞ്ചസ് ദ എംബ്രിയോണേറ്റഡ് എഗ്സ് ഓഫ് ടേപ്പ് വേമിൻ്റെ എംബ്രിയോണേറ്റഡ് എഗ്സ് വീണ്ടും മാൻ്റെ ബോഡിയിൽ തന്നെ കയറുകയാണെങ്കിൽ ഹെക്സാകാന്ത് എംബ്രിയോ അതിൻ്റെ ഹുക്സ് വെച്ചിട്ട് ഇൻറ്റസ്റ്റൈനൽ വാൾസ് ഓഫ് മാൻ പിയേഴ്സ് ചെയ്ത് ബ്ലഡ് കയറിയിട്ട് അത് അവിടെ നിന്ന് നേരെ കണ്ണിലേക്കോ ബ്രെയിനിലേക്കോ ഹാർട്ട്, ലിവർ, ലങ്സ് അങ്ങനെയുള്ള വൈറ്റൽ ഓർഗൻസ് അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് പോവാം. അവിടെ വെച്ചിട്ട് പിഗിൽ നടക്കുന്ന പോലത്തെ ചേഞ്ചസ് ഉണ്ടായിട്ട് മാനിൽ തന്നെ സിസ്റ്റിസർക്കസ് എംബ്രിയോണിക് കണ്ടീഷൻ ഉണ്ടാവാം. അപ്പോൾ അത് ബ്രെയിനിലാണ് എത്തിയച്ചാൽ ആ കണ്ടീഷനെ സെറിബ്രൽ സിസ്റ്റിസർക്കോസിസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ബ്രെയിനിൽ നെക്രോസിസ്, ഡീജനറേഷൻസ് ഉണ്ടാവും, എപ്പിലെപ്സി, ഫിറ്റ്സ് ഒക്കെ കാണിക്കും, ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ വരെ ഉണ്ടാവാം. ഇനി ഈ സിസ്റ്റിസർക്കസ് എംബ്രിയോ കണ്ണിലാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ആ ഇൻഡിവിജ്വലിന് ഐറൈറ്റിസ് എന്ന് പറഞ്ഞ, അതായത് ഈ ഐറിസ് എന്ന് പറഞ്ഞ മെംബ്രെയിൻ്റെ ഐറിസിൻ്റെ ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ റെറ്റിനയിലാണെങ്കിൽ റെറ്റിനൈറ്റിസ്, അല്ലെങ്കിൽ കഞ്ചങ്ക്ടിവൈറ്റിസ്, അല്ലെങ്കിൽ അതിൻ്റെ കൊറോയിഡ് ലെയർ ഉണ്ടല്ലോ ഐയിൽ, അതിൻ്റെ ഡാമേജ്, എട്രോഫി, അല്ലെങ്കിൽ ഐ മസിൽസിൽ സിസ് ഒക്കെ ഫോം ചെയ്യാം. പ്രൊഫൈലാക്സിസ് ഓർ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഈ സിസ്റ്റിസർക്കായി എന്ന് പറയുന്ന എംബ്രിയോ പോർക്കിലല്ല ഉണ്ടാവുക, അപ്പോൾ അത് ശരിക്കും കുക്ക് ചെയ്യാതിരിക്കുമ്പോഴാണ് അത് മാൻ്റെ ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നത്. അപ്പോൾ വൺ വേ ഓഫ് പ്രിവെൻറ്റിങ് ടേപ്പ് വേം ഇൻഫെക്ഷൻ ഇസ് ടു സ്റ്റീം കുക്ക് ഓർ ഡീപ്പ് ഫ്രീസ് ദി പിഗ്സ് മീറ്റ്. അപ്പോൾ ഈ സിസ്റ്റിസർക്കായി ഡെഡായിപ്പോൾ അതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കുക. ഇനി ഈ വേറൊരു ഇത് സാനിറ്ററി ഡിസ്പോസലാണ്. അപ്പോൾ ഹ്യൂമൻ ഡിഫിക്കേഷൻ എപ്പോഴും ഹൈജീനിക് ആയിട്ട് ചെയ്യുക. ഓപ്പൺ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഓപ്പൺ എൻവയൺമെൻറ്റിലൊന്നും ഡിഫിക്കേറ്റ് ചെയ്യാതെ ഇരുന്നാൽ, അതുപോലെ ഇഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. ആൻഡ് another method is scientific inspection of pigs meat. ഈ സ്ലോട്ടർ ഹൗസസ് ഇല്ലേ, പോർക്കൊക്കെ പിഗിനെ കൊന്ന് പോർക്ക് വിൽക്കുന്ന ആ സ്ലോട്ടർ ഹൗസസിലൊക്കെ സയൻറ്റിഫിക്കലി ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് സിസ്റ്റിസർക്കായി ഫ്രീ ആണ് ഈ പോർക്കെന്ന് എഷ്യൂർ ചെയ്യാം. ഇതിന് ട്രീറ്റ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റി ഹെൽമിന്ത് ഡ്രഗ്സ് ആണ്, മെപ്പാക്രിൻ, ക്വിനാക്രിൻ, യുമെസാൻ എക്സെട്ര. പാരസിറ്റിക് അഡാപ്റ്റേഷൻസ്. ടീനിയ സോളിയം ഒരു ഓബ്ലിഗേറ്ററി എൻഡോ പാരസൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മോർഫോളജിക്കൽ ആസ് വെൽ ആസ് ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് ഒരു എൻഡോ പാരസിറ്റിക് ലൈഫിന് വെൽ അഡാപ്റ്റഡ് ആണ്. പാരസിറ്റിക് അഡാപ്റ്റേഷൻസ് ഒന്നെങ്കിൽ ഡീജനറേഷൻസ് ആവും, അല്ലെങ്കിൽ നിയോ ഫോർമേഷൻസ് ആവും. ഡീജനറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ടീനിയ സോളിയത്തിൽ ലോക്കോമോട്ടറി സ്ട്രക്ചേഴ്സ് ഇല്ല, ഡൈജസ്റ്റീവ് ഓർഗൻസ് ഇല്ല, സർക്കുലേറ്ററി റെസ്പിറേറ്ററി ഓർഗൻസ് ഒന്നുമില്ല. ബിക്കോസ് അതിന് ഡൈജസ്റ്റഡ് ഫുഡാണ്, അതിന് ഇൻറ്റസ്റ്റൈനിൽ സർവൈവ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഡൈജസ്റ്റഡ് ഫുഡ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ സ്ട്രക്ചേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ആ ഒരു അഡാപ്റ്റേഷന് ഡീജനറേഷൻ എന്നാണ് പറയുക. പിന്നെ നിയോ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ
പാരസിറ്റിക് മോഡ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ സ്കോലെക്സ് റീജിയനിൽ റോസ്റ്റെല്ലം, ഹുക്സ്, സക്കേഴ്സ് ഒക്കെ ഉണ്ട് ഫോർ അറ്റാച്ച്മെൻറ്റ് ആൻഡ് ആങ്കറേജ്. അതൊക്കെ നിയോ ഫോർമേഷൻസ് ആണ്. പിന്നെ അതിന് ഹ്യൂമൻ എൻസൈംസിൻ്റെ ആക്ഷൻ, അതിൻ്റെ ഗ്യാസ്ട്രിക് ആക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ അതിൻ്റെ ബോഡിക്ക് ചുറ്റും റെസിസ്റ്റൻറ്റ് ക്യൂട്ടിക്കിൾ അല്ലെങ്കിൽ കവറിങ് ഉണ്ട്, കോൾഡ് ആസ് ടെഗ്യുമെൻറ്റ്. പിന്നെ അത് ജീവിക്കുന്നത് ഇൻറ്റസ്റ്റൈനിലൊക്കെ ആയതുകൊണ്ട് അവിടെ എനേറോബിക് കണ്ടീഷനാണ്. സോ ഇറ്റ് ഈസ് വെൽ അഡാപ്റ്റഡ് ഫോർ എനേറോബിക് റെസ്പിറേഷൻ. പിന്നെ അതിന് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ റീജിയനിലും പിഗിൻ്റെ ആയാലും ആ എൻവയൺമെൻറ്റ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നൊന്നുമില്ല. സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ബ്രെയിൻ ഓർ എനി അതർ സെൻസ് ഓർഗൻസ് ഓർ റിസെപ്റ്റർ ഓർഗൻസ്. പിന്നെ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വെൽ ഡെവലപ്ഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ബിക്കോസ് അതിനത് ഡൈജനറ്റിക് ഹോസ്റ്റാണ്. അപ്പോൾ 2 ഹോസ്റ്റ് ഉള്ളതുകൊണ്ട് അത് 2 ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇസ് ഹൈലി ഡെവലപ്ഡ് ആൻഡ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇസ് ഹെർമാഫ്രൊഡൈറ്റിസം. അതിൻ്റെ പ്രോഗ്ലോട്ടിഡിൽ തന്നെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഈ ടേപ്പ് വേം 2 ടേപ്പ് വേംസും ഒരു ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രോസ് കോപ്പുലേഷൻ ഒന്നെങ്കിൽ 2 ഡിഫറെൻറ്റ് പ്രോഗ്ലോട്ടിഡ്സ് ഓഫ് 2 ഡിഫറെൻറ്റ് വേംസ് ആവാം, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് പ്രോഗ്ലോട്ടിഡ്സ് ഓഫ് ദി സെയിം ടേപ്പ് വേം. So it has enormous reproductive powers and large number of gametes ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക, so that it can meet the risk in the transmission of parasite from one host to the other.